നമസ്കാരം. എല്ലാവർക്കും സ്വപ്നസുന്ദരമായ ബഡ്ജറ്റ് ഇണങ്ങിയ വീട് എന്ന വലിയൊരു സ്വപ്നവുമായിട്ടാണ് ഹോം ടെക് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ പ്രവർത്തിക്കുന്നത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാറ്റ, പല്ലി, ഉറുമ്പ് പോലുള്ള സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാറുണ്ട്. ഇന്ന് അതിനെ എങ്ങനെയാണ് നമ്മൾ നിയന്ത്രിച്ചു നിർത്തുന്നതെന്ന് നമ്മൾ മൊത്തം ചർച്ച ചെയ്യുന്നത്. ഞാൻ KG ഫ്രാൻസിസ്, ഹോം ടെക്കിന്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളുടെ വീട്ടിൽ സാധാരണയായി ഈ പാറ്റ, പല്ലി, ഉറുമ്പ് ഇത്തരത്തിലുള്ള കീടങ്ങളുടെ ശല്യം, മൂട്ടയുടെ ഒക്കെ ശല്യം ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ പലപ്പോഴും ഉറുമ്പുകൾക്ക് നമ്മൾ ഉറുമ്പുകൂടി ഇടാറുണ്ട്. അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇപ്പോൾ പാറ്റകൾക്ക് നമുക്ക് പാറ്റകുളി ഇടാറുണ്ട്. പക്ഷെ ഇതൊന്നും ഒരു ശാശ്വത പരിഹാരമായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇത് ഇട്ട് കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ വീണ്ടും ശല്യം തുടങ്ങാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ പരീക്ഷിച്ച് നോക്കിയതാണ്. പരീക്ഷിച്ച് നോക്കി വിജയിച്ചെന്ന് കണ്ടുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. കാരണം ഇത് എന്നെപ്പോലെ ഒരുപാട് പേർക്ക് ചിലപ്പോൾ അത് ഗുണപ്രദമായേക്കും എന്ന് തോന്നിയതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിലെല്ലാം ഇത്തരം ശല്യങ്ങൾ വ്യാപകമായി ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് അടച്ചിട്ട വീടുകളാണെങ്കിൽ ഭയങ്കരമായിരിക്കും. കാരണം വെച്ചാൽ നമ്മുടെ വീട് പിന്നെ ഒരു 3 മാസമോ ഒരു 6 മാസമോ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ ശേഷം നമ്മൾ വീട് വന്ന് കണ്ടുകഴിഞ്ഞ ഒരു ഭീകരാവസ്ഥയായിരിക്കും. കാരണം എവിടെ നോക്കിയാലും മൺകൂനുകളും ചെറിയ ഉറുമ്പുകളും പാറ്റകളും നമ്മുടെ വീടിനെ ഒരു പരിധിവരെ നാശമാക്കാൻ വരുന്ന ഇത്തരം സാധനങ്ങളെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാമെന്നാണ് ഞാൻ ആദ്യമായി പറയുന്നത്. ഇതിൽ ഞാൻ ഒരുപാട് മരുന്നുകൾ പരീക്ഷയിൽ എനിക്ക് KO3 എന്ന് പറഞ്ഞ ബെയറിൻ്റെ ഫ്ലോ 25 എന്ന് പറഞ്ഞ മരുന്നാണ് എനിക്ക് ഇതിൽ കണ്ടതിൽ വെച്ച് നല്ലതെന്ന് തോന്നിയിട്ടുള്ളത്. ഞാൻ ഇന്ന് അത് വെച്ചാണ് പരീക്ഷ നടത്തിയിട്ടുള്ളത്. ഞാൻ അത് വെച്ച് ഒരു 3 മാസം മുൻപേ ഞാൻ പരീക്ഷിച്ചാണ്. ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വീണ്ടും ഒന്ന് ട്രൈ ചെയ്യുന്നെന്ന് മാത്രം. എനിക്ക് വളരെ നല്ലതെന്ന് തോന്നിയ ഒരു പ്രൊഡക്റ്റാണത്. കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ, അതായത് 1 ലിറ്റർ വെള്ളത്തിൽ ഒരു 10 ml വെച്ചിട്ടാണ് അത് അതിൻ്റെ ഡോസ്. 1 ലിറ്റർ വെള്ളത്തിൽ 10 ml. അപ്പോൾ 5 ലിറ്റർ ആകുമ്പോഴത്തേക്ക് 50 ml എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് കണക്കാക്കാം. 50 ml യൂസ് ചെയ്ത് ഇത് നന്നായിട്ട് നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ചെടിക്കൊക്കെ സ്പ്രേ ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ, അത് വെച്ച് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്യാൻ നേരത്ത് ഒരു പകുതി വെള്ളം നിറച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്യണം. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള വെള്ളം കൊണ്ട് നിറയ്ക്കണം. കാരണം ബാക്കിയുള്ള വെള്ളം കൊണ്ട് നിറഞ്ഞ് 5 ലിറ്ററിൻ്റെ ഇപ്പോൾ നമ്മൾ സ്പ്രേ ആണ് യൂസ് ചെയ്യണമെങ്കിൽ അതിൻ്റെ പുറത്ത് ചെറിയ സ്പേസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഷെയ്ക്ക് ചെയ്യാൻ നേരത്തെ ചിലപ്പോൾ പ്രോപ്പറായിട്ട് ഷെയ്ക്ക് ആവണമെന്നില്ല. അതുകൊണ്ടാണ് പകുതി വെള്ളം നിറച്ചിട്ട് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വീണ്ടും അതിലേക്ക് വെള്ളം നിറയ്ക്കാൻ പറയുന്നത് കേട്ടോ. എന്നിട്ട് ഇത് നമ്മുടെ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയും എവിടെയൊക്കെ ഉണ്ടോ അവിടെ ഇല്ല. പ്രത്യേകിച്ച് കിച്ചണിലൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കിച്ചൺ സ്ലാബിൻ്റെ ബോട്ടത്തിൽ അല്ലെങ്കിൽ ക്യാബിനറ്റിൻ്റെ ഏറ്റവും താഴെയുള്ള പോർഷന്, അതേപോലെ തന്നെ കിച്ചൺ സ്ലാബിൻ്റെ ടോപ്പിൽ എന്ന് പറയുമ്പോൾ എവിടെയൊക്കെ എഡ്ജസ് ഉണ്ടോ അവിടെ എല്ലാം ഈസാൻ അടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാം ഒരു ലെയർ ബോണ്ടിങ് പോലെ നിൽക്കും. അങ്ങനെ ബോണ്ടിങ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു 3 മാസം മുതൽ 6 മാസം വരെ നിങ്ങളുടെ വീട്ടിൽ ഇത്തരം ശല്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇനി 3 മാസം എന്ന് പറയുമ്പോൾ നിങ്ങൾ യൂസ് ഉള്ള സ്ഥലങ്ങളിലാണ് ഈ 3 മാസം പറയുന്നത്. അതല്ല, അടച്ചിട്ട വീടുകളാണെങ്കിൽ ഈ സാധനം നമുക്ക് 6 മാസം വരെയൊക്കെ കിട്ടുന്നുണ്ട്. ചിലയിടത്ത് 1 വർഷം വരെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. കാരണം അവിടെ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാത്തതുകൊണ്ടാണ് ഈ 1 വർഷം വരെയൊക്കെ കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇത് വളരെ ഫലപ്രദമാണ്. കാരണം നിങ്ങളുടെ വീട്ടിൽ ഇത്തരം സാധനങ്ങൾ ചെയ്യാൻ വേണമെങ്കിൽ ഇത്തരം സർവീസ് ഏജൻസികൾ നമുക്ക് വരെ കിട്ടും. അതല്ലെങ്കിൽ എനിക്കൊന്നും ഏതാണ്ട് ഒരു 3500-4000 രൂപ കൊടുത്ത് സർവീസ് ഏജൻസി വന്ന് ഈ സാധനം ചെയ്തു തരും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് നേരിട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ള സാധനം മേടിച്ച് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് സ്പ്രേ ചെയ്യാൻ പറ്റും. പിന്നെ ഇത് ചെയ്യാൻ നേരത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം കാര്യങ്ങൾ സ്പ്രേ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് മാസ്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്തു. അതല്ലെങ്കിൽ ചിലപ്പം അതിൻ്റെ സ്പ്രേ കൊണ്ട് ചിലപ്പം നിങ്ങൾക്ക് ശ്വാസതടസ്സങ്ങളൊക്കെ ചിലപ്പോൾ വന്നേക്കാം. കാരണം ശ്വാസ സംബന്ധമായ അസുഖമുള്ള ആൾക്കാരൊക്കെയാണ് ഇത്തരം സാധനങ്ങൾ ചെയ്യാൻ നേരത്തെ എപ്പോഴും ശ്രദ്ധിക്കും. അല്ലാത്തവരാണെങ്കിൽ മാസ്ക് വെച്ചാൽ വളരെ ബെസ്റ്റ്. ഇനി അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ സ്പ്രേ ചെയ്യാൻ നേരത്ത് ഒരു 2-3 മണിക്കൂറെങ്കിലും നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കും. കാരണം നമ്മളെ വീട് പറ്റുമെങ്കിൽ ഒന്ന് 2-3 മണിക്കൂർ ഒന്ന് അടച്ചിട്ടാൽ വളരെ ബെസ്റ്റാണ്. റിസൾട്ട് സൂപ്പറാണെന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ യാത്രയൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ യാത്ര പോകുന്നതിന് തൊട്ട് മുമ്പ്, അതായത് നിങ്ങൾ വണ്ടിയിൽ സാധനങ്ങളെല്ലാം കയറ്റി വെച്ച ശേഷം വീട് മൊത്തം ഒരു അരമണിക്കൂർ മതി നിങ്ങൾക്ക് ഇത് ചെയ്യാൻ. വീട് മൊത്തം ഇന്നറും ഔട്ടറും എല്ലാം ഇതൊന്ന് സ്പ്രേ ചെയ്തിട്ടിട്ട് വീട് അങ്ങ് അടച്ചുകൂടി പോയിക്കോ. തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇതെല്ലാം റെഡി ആയിട്ടുണ്ടാവും. പിന്നെ അതല്ലാതെ ചെയ്യുന്ന ആൾക്കാരാണ് ഇങ്ങനെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അതായത് നിങ്ങൾ ചെയ്യാൻ നേരത്ത് 2 മണിക്കൂറോ 3 മണിക്കൂറോ വീട്ടിൽ നിന്ന് അകത്തുനിന്ന് മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇത് സ്മെല്ലില്ലാത്ത തരം ഒരു സ്പ്രേ ആയതുകൊണ്ടിട്ട് നമുക്ക് എന്താ പറയുക, കണ്ണെരിച്ചിലോ അല്ലെങ്കിൽ മുഖമരിച്ചിലോ അത്തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാവാൻ ചാൻസസ് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമുണ്ട്. അതായത് നമ്മൾക്കിപ്പോൾ ഒരു ഭാഗത്ത് ഉറുമ്പ് ശല്യം രൂക്ഷമായി, അല്ലെങ്കിൽ പാറ്റ ശല്യം രൂക്ഷമായി, അല്ലെങ്കിൽ മൂട്ട ശല്യം രൂക്ഷമായി.
ഞാൻ ശരിക്കും ഇത് ചെയ്യാൻ ഈ ഒരു സാധനം മേടിക്കാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിൽ ഒരു തേനീച്ച പോലത്തെ ഒരു കറുത്ത ഇനം ഈച്ചകളുണ്ട്. ഈ ഈച്ചകൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടാറ പോലത്തെ ഒരു മെറ്റീരിയൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ഈച്ചകളാണിത്. ഞാനിത് ഒരുപാട് തവണ ഹിറ്റ് അടിച്ച് നോക്കി, പല സാധനങ്ങൾ അടിച്ചു നോക്കി. ഇത് അടിക്കും, പിറ്റേ ദിവസം ഇത് വീണ്ടും വരും. അപ്പോൾ ഇത് ഹോൾ ഇടുന്ന സ്ഥലത്ത് ഞാൻ MC ഒട്ടിച്ചു നോക്കി. ഈ MC തൊട്ടപ്പുറത്ത് വീണ്ടും ഇതൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് അതിലൂടെ പോകും. ഞാൻ ആ പ്രദേശം മൊത്തം MC ഒട്ടിച്ചു നോക്കി, എന്നിട്ടും രക്ഷയില്ല. കാരണം എവിടെയാണ് ചെറിയ ഹോളുള്ള അവലൂടെ അവൻ ഈ സാധനം വീണ്ടും വന്നിട്ട്, അതായത് ഒരു തേനീച്ചക്കൂട്ടം നിൽക്കുന്ന പോലെ ഈ സാധനം നിൽക്കും. ഞാൻ പറഞ്ഞില്ല, ഹിറ്റ് ഒരു 2-3 തരം ഹിറ്റെങ്കിലും അടിച്ചു കൊടുക്കുന്നു, പല തരത്തിലും മരുന്ന് ഉപയോഗിച്ചു. പക്ഷേ ഈ ഒരു സാധനം ഞാൻ മേടിച്ച് ഒരു തവണ അടിച്ചുള്ളൂ. പിന്നെ ഈ പ്രാണിന് ആ പ്രദേശത്ത് ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനത് സജസ്റ്റ് ചെയ്യുന്നത്. നോ പ്രാണി എന്നാണ് ഈ പ്രൊഡക്റ്റിന്റെ പേര്. ഈ പറഞ്ഞ പോലെ ഒരു എന്താ പറയുക, ചെറിയൊരു പാക്കറ്റായിട്ടാണ് 100 ml മറ്റൊരു പാക്കറ്റായിട്ടാണ് പറയുന്നത്. 160 രൂപ മുതൽ 180 രൂപ 200 രൂപ അടുത്തേക്ക് വരുന്നുണ്ടെന്നാണ് ഓരോ തരത്തിലുള്ള മാർക്കറ്റിൽ. പക്ഷേ ഒരു തവണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിന്റെ ആ ഭാഗത്തേക്ക് ഇതിന്റെ 2 ആഴ്ചത്തോളം ഞാൻ ശ്രദ്ധിക്കുന്നത്. 2 ആഴ്ചയായിട്ട് ഉറുമ്പും വരുന്നില്ല, ഈ പറഞ്ഞ പ്രാണിയുടെ ശല്യവും ഇല്ലെന്നുള്ളതാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, KO3 Flow 25 കാര്യം പറഞ്ഞിരുന്നില്ലേ, ഇത് നിങ്ങൾക്ക് ഒരു വീട് മൊത്തത്തിൽ അടിക്കാനുണ്ടെങ്കിലാണ് അത് ഏറ്റവും ബെസ്റ്റ്. ഒരു ചെറിയ ഏരിയയിലാണ് നിങ്ങൾക്ക് സ്പ്രേ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നോ പ്രാണി എന്ന് പറഞ്ഞ ആ പ്രൊഡക്റ്റ് ആയിരിക്കും ബെസ്റ്റ്. ഒരു വീട് മൊത്തത്തിൽ അടിക്കാനാണെങ്കിൽ ഞാൻ ആദ്യം കാണിച്ച പ്രൊഡക്റ്റ് തന്നെയാണ് ബെസ്റ്റ്. അത് 1 ലിറ്ററിന് ഏകദേശം 1600 മുതൽ 2000 രൂപ വരെ ഡിപ്പെൻസ് അപ്പോൾ ഓരോ സ്ഥലത്തിനനുസരിച്ചാന്ന് തോന്നുന്നു. 1600 മുതൽ 2000 രൂപ വരെ വരാൻ ചാൻസസ് ഉണ്ട്. ഈ മറ്റേതിലാണ് നോ പ്രാണിക്കാണെങ്കിൽ ഏതാണ്ട് 165-200 ഇടയ്ക്കായിട്ട് കിട്ടും ഈ സാധനം മാർക്കറ്റിലെല്ലാം. അപ്പോൾ ഇതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നിങ്ങളുടെ വീട്ടിലെല്ലാം ചിലപ്പോൾ ഇത്തരം ശല്യങ്ങൾ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഒക്കെ മേടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അതിൽ നിന്ന് ഡീറ്റെയിൽ നിങ്ങൾക്ക് തരും, എവിടെ കിട്ടും എന്നുള്ള ഡീറ്റെയിലും അവർ തരും. പിന്നെ ഞാൻ എന്നും പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ KG ഫ്രാൻസിസ്, സൈനിങ് ഓഫ് ഫ്രം ഹോം ടെക്.